അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, നാളെ നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദി എക്സാം ആണ്. ആ എക്സാമിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബീർ ബഹൂട്ടി എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുക. ബീർ ബഹൂട്ടി പാഠത്തിലെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അപ്പോൾ പാസേജ് നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ നോക്കാം. പ്രസംഗ के आधार पर सही वाक्य चुनकर लिखिए. സഹി വാക്യം എന്ന് പറഞ്ഞാൽ ശരിയായ സെൻറ്റൻസ്. ഇവിടെ 4 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതിന് മാർക്ക് എന്ന് പറയുന്നത് 1 മാർക്കാണ്. അപ്പോൾ ഒരൊറ്റ സെൻറ്റൻസ് ആണ് ഇതിൽ ശരിയുള്ളത്, അത് എടുത്ത് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ സാഹിൽ കി ആംഖേം ബീർ ബഹൂട്ടി കി തരഹ് ലാൽ ഹേ. സാഹിലിൻ്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിയെ പോലെ ചുവന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ബേല കി ആംഖേം ക്യോം ഡബ് ഡബായി ആയി. ബേലയുടെ കണ്ണ് നിറയാൻ എന്താണ് കാരണം? അപ്പോൾ അതിൻ്റെ ആൻസർ ഈ പാസേജ് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഈ പാസേജിൽ ഇതിലെ ഡയലോഗും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ പാസേജ് വായിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൻ പറ്റും. അതിൻ്റെ ആൻസർ 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 3ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. स्कूल बदलने के कारण साहिल और बेला अलग होने वाले थे. इससे साहिल बहुत दुखी थी. അപ്പോൾ ഇവിടെ സാഹിലിൻ്റെ പകരം നമ്മൾ ബേല എന്നാക്കിയാൽ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി 2 മാർക്ക് കിട്ടും. ചോദ്യം എന്തായിരുന്നു? ബേലാക്കി ആംഗേം ക്യോം ഡബഡബായി ആയി. ബേലയുടെ കണ്ണുകൾ എന്തുകൊണ്ടാണ് നിറഞ്ഞത്? എന്തിനാണ് ബേല കരഞ്ഞത്? അവർ സ്കൂൾ മാറുന്നത് കൊണ്ട്, വിഷമം കൊണ്ടാണ് ബേല കരഞ്ഞത്. അപ്പോൾ ഇതല്ലേ ആൻസർ. ആൻസർ എന്താണ്? സ്കൂൾ ബദൽനെ കെ കാരൺ സാഹിൽ ഔർ ബേല അലഗ് ഹോനെ വാലേ ദേ. ഇസ്സേ ബേല ബഹുത്ത് ദുഃഖി ഥി. അപ്പോൾ ആൻസർ ആയോ? 2 മാർക്ക് കേട്ടോ. 2 സെൻറ്റൻസ് എഴുതിയാൽ 2 മാർക്ക്. 3ാമത്തെ ക്വസ്റ്റ്യൻ സാഹിലിൻ്റെ ഡയറിയാണ്. 3ാമതൊരു ഓർ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അഥവാ എന്ന് പറഞ്ഞിട്ട്, കഹാനിക്ക് ഉപയുക്ത പ്രസംഗ പർ പട്കഥ കാ ഏക് ദൃശ്യ ലിഖിए. പട്കഥ എഴുതാനാണ്. പട്കഥ എഴുതേണ്ട ആ ഒരു ട്രിക്സ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പാസേജ് ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ എന്ന പാഠത്തിലെയാണ്. ഇത് വായിച്ചിട്ട് വേണം നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, കവിത മേ ജാന്ന ശബ്ദ കെ രൂഢീഗ്രസ്ത് അർത്ഥ സെ ക്യാ താൽപര്യ ഹെ. കവിതയിലെ ജാന്ന എന്ന രൂഢീഗ്രസ്ത് അർത്ഥം എന്താണ്? അത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്, പാഠത്തിലുള്ളതാണ്. എന്താണ് ആൻസർ? ജാന്ന എന്നതിൻ്റെ രൂഢീഗ്രസ്ത് ആധാർ എന്ന് പറയുന്നത് വ്യക്തി കി നാം പദേ ഉമ്ര ഓഹദേ യാ ജാതി കോ ജാന്ന ഹെ. അത് എഴുതിയാൽ 2 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ബാക്കി പിരമിഡാണ്. ഇവിടെ പഹലി പൂരി ഭാത്ത് എന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ആൻസർ നോക്കാം. കവി കഹ്താ ഹേ, കവി 2 പങ്ക്തിയോ മേ കഹ്താ ഹേ. അപ്പോൾ ഇതിൽ 2ലും ഫസ്റ്റത്തെ സബ്ജക്റ്റ് കവിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 3ഉം 4ഉം കവി എന്ന് തന്നെ കൊടുക്കണം. കവി പഹലി 2 പങ്ക്തിയോ മേ കഹ്താ ഹേ, കവി പഹലി 2 പങ്ക്തിയോ മേ പൂരി ബാത്ത് കഹ്താ ഹേ. അപ്പോൾ പൂരി ബാത്ത് അവസാനമാണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, अगस्त 19 विश्व मानवता दिवस है. इस अवसर पर शांति समिति दिल्ली के नेतृत्व में मानवता को बनाए रखें विषय पर संगोष्ठी का आयोजन हो रहा है. इसके लिए एक പോസ്റ്റർ തയ്യാർ करें. പോസ്റ്ററാണ്. ഇത് എഴുതാനുള്ള എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിലുണ്ട്. അതായത് ഡേറ്റ് ഉണ്ട്, ഓഗസ്റ്റ് 19, അതാണ് ഡേറ്റ്. വിശ്വ മാനവതാ ദിവസ്. അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ പേര് വിശ്വ മാനവതാ ദിവസ്. അപ്പോൾ അത് ഹെഡിങ് കൊടുക്കാം. ഇനി ഇത് നടത്തുന്നത് ശാന്തി സമിതി ദില്ലിയാണ്. ഓക്കെ. പിന്നെ ഇതിൽ ഒരു വിഷയം എന്ന് പറയുന്നത് മാനവ് ബനെ മാനവതാക്കോ ബനായ രഖി. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു സമയവും സബ്കാ സ്വാഗതം വെച്ചിട്ട് ഒരു പോസ്റ്ററാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ടൂട്ടാ പഹിയയിലെ ക്വസ്റ്റ്യൻ ആണ്. ദുസ്സാഹസി അഭിമന്യു ആക്കർ ഗിർ ജായേ. इसमें വിശേഷൺ ശബ്ദ कौन सा है? ആൻസർ ദുസ്സാഹസി. ദുസ്സാഹസി അഭിമന്യുവിലെ വിശേഷൺ. അഭിമന്യുവിനെ ദുസ്സാഹസി എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ദുസ്സാഹസി. അടുത്ത ക്വസ്റ്റ്യൻ, മുജെ ഫേങ്കോ മത് ഐസാ കോൻ കഹ്താ ഹേ ക്യോം. എന്നെ വലിച്ചെറിയരുത്, ഇത് ആര് പറഞ്ഞു? ക്യോം, വൈ, എന്തുകൊണ്ട് പറഞ്ഞു? ആൻസർ നോക്കൂ. ടൂട്ടാ പഹിയ. ഇത് പറഞ്ഞത് ടൂട്ടാ പഹിയാണ്. ഏക് ബാർ മഹാഭാരത യുദ്ധമേ ടൂട്ടാ പഹിയ അഭിമന്യു കി സഹായതാക്കി. ഒരു തവണ മഹാഭാരത യുദ്ധത്തിൽ ടൂട്ടാ പഹിയ അഭിമന്യുവിനെ സഹായിച്ചു. ടൂട്ടാ പഹിയ ഉപയോഗി ഹോ സക്താ ഹേ. അങ്ങനെ ടൂട്ടാ പഹിയ യൂസ്ഫുൾ ആയി വന്നു. അതാണ് എൻ്റെ ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ടിപ്പണി എഴുതാനാണ്. നമ്മുടെ ടൂട്ടാ പഹിയ എന്ന കവിതയുടെ ആശയം എഴുതുക കേട്ടോ. അടുത്തത് അയാം കലാം കെ ബഹാനയാണ്.
10ാമത്തെ ക്വസ്റ്റ്യൻ യഹാ കിസ് ഹാലത്ത് മേ സ്കൂൾ കി ചുട്ടി ഹോത്തി തി. ഇവിടെ എന്തുകൊണ്ടാണ് സ്കൂളിന് അവധി കിട്ടിയത്? പാസേജിൽ ആൻസർ ഉണ്ട്. तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ മിഹിർ ഗർ പർ നാച്ചാ കർത്താ ക്യോ. മിഹിർ വീട്ടിൽ ഡാൻസ് ചെയ്യും എന്തുകൊണ്ട്? അതിൻ്റെ ആൻസറും ഇത് തന്നെ എഴുതാം. തേസ് ബാരിഷ് കെ ദിനോ മേ സ്കൂൾ കെ രാസ്തേ മേ പാനി ഭർ ജാനെ സെ ചുട്ടി ഹോ ജായ കർത്തി. തോ മിഹിർ എന്നുള്ളടത്ത് നിങ്ങൾ എന്ത് എഴുതണം? മേം എന്നുള്ളടത്ത് മിഹിർ എന്ന് എഴുതുക. തോ മിഹിർ ഗർ പർ നാച്ചാ കർത്ത. അപ്പോൾ അതും എഴുതി. അതിന് 2 മാർക്കാണ്. അപ്പോൾ പാസേജിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടി. അടുത്തത് ഇതാണ് ആശയ് സമജെ മിഹിർ ഔർ മോർപാൽ കി വിശേഷതായ ചുൻകർ ലിഖിയും. മിഹിർ ചെയ്യുന്ന കാര്യങ്ങളും മോർപാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. മിഹിർ സ്കൂൾ ജാനമേ റോയ കർത്താ, പിന്നെ ഗർ സെ രാജ്മ ചാവൽ ലാത്താ था. मोरपाल साइकिल से रोज स्कूल आया करता था. स्कूल जाने में बिना नागा रोज स्कूൾ आता था. അപ്പോൾ അത് സിമ്പിളാണ്. അഥവാ ക്വസ്റ്റ്യൻ ഉണ്ട്, ടിപ്പണിയാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മിഹിർ ഔർ മോർപാൽ കെ സച്ചേ മിത്ര ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. അടുത്തത് വീണ്ടും ബീർബഹൂട്ടിയിലെ ക്വസ്റ്റ്യൻ ആണ്. സഹി വികൽപ്പ് ചുൻകർ ലിഖി വഹ് പ്ലസ് കോ ഉസ്കോ. ഇതിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അടുത്ത ക്വസ്റ്റ്യൻ ബേല കെ സിർ പർ പട്ടി ബന്ധി തി ഔർ സാഹിൽ കി പിണ്ടലി മേ ക്യോ. ബേലയുടെ തലയിൽ ബാൻഡേഡ് ഇട്ടിട്ടുണ്ട്, സാഹിലിൻ്റെ പിണ്ടലി അതായത് കണങ്കാലിലും. എന്തുകൊണ്ട്? ആൻസർ ഇതാ. ബേല ഛത്ത് സെ ഗിർ ഗയി സാഹിൽ കെ പിണ്ടലി മേ ഏക് ടൂട്ടെ സ്റ്റൂൾ കി കീൽ ലഗ് ഗയി. ബേല തട്ടുമ്പുറത്തുനിന്ന് വീണതുകൊണ്ടും അതുപോലെ സാഹിലിൻ്റെ കാലിൽ ആണി കുത്തിക്കേറിയത് കൊണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ ബേല और സാഹിൽ अस्पताल में मिले. ബേലയും സാഹിലും ആശുപത്രിയിൽ കണ്ടു. ദോനം കെ ബീച്ച് കി ബാത്ചീത്ത് ലിഖിയെ. അപ്പോൾ ഈ പാസേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് ബാത്ചീത്ത് എഴുതാം കേട്ടോ. അല്ലെങ്കിൽ അഥവാ ഇവിടെ ബീർബഹൂട്ടിയിലെ ഒരു 6 പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ശരിയുള്ളത് എടുത്ത് എഴുതുക വേണ്ടുള്ളൂ. അപ്പോൾ 1ാമത്തെ ശരിയാണ്. ബേല ഔർ സാഹിൽ ബീർബഹൂട്ടിയും കുജിത്തേഹെ. 2 റോങ് ആണ്. 3 ബേല ഔർ സാഹിൽ സ്യാഹി ബർവാനെ കെ ലിയെ ദുഃഖാൻ ജാത്തേ. ബേലയും സാഹിലും മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ദുഃഖാനിലേക്ക് പോയത്. പിന്നെ ബേല ഔർ സാഹിൽ സുരേന്ദ്രജി സെ ഡർത്തേ थे. സുരേന്ദ്ര മാഷിനെ പേടിച്ചിരുന്നു. അതും ശരിയാണ്. ബേല ഔർ സാഹിൽ 7വീं കക്ഷാ में പഠിത്തേ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് തെറ്റാണ്. ബേല ഔർ സാഹിൽ പട്ടി ബന്ധുവാനെ അസ്പതാൽ ജാത്തേ. ബാൻഡേഡ് ഇടാനാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോൾ ഈ 4 ഇതിൽ ശരിയുള്ളത് മനസ്സിലാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് കിട്ടും. അടുത്തത് വീണ്ടും ടൂട്ടേ പഹിയ എന്ന പാഠത്തിലെയാണ്. 16 പഹിയയ്ക്ക് ക്യാ വിശേഷത ഹേ. ചക്രത്തിൻ്റെ വിശേഷത എന്താണ്? അപ്പോൾ ഇതിലെ ആൻസർ ഈ കവിതയിൽ തന്നെ ഉണ്ട്. എന്ത്? ബ്രഹ്മാശ്രം സെ ലോഹ ലേ സക്ത. ബ്രഹ്മാസ്ത്രത്തിനോട് പൊരുതി. അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ സഹി മിലാനാണ്. ബഡേ ബഡേ മഹാരഥിയോം കാ പക്ഷ് അസത്യ കാ ഹേ. ടൂട്ടാ ഹുവാ പഹിയ ബ്രഹ്മാശ്രം സെ ലോഹ ലേനെ കോ തയ്യാർ ഹേ. അകേലി നിഹത്തി ആവാസ് കോ മഹാരഥി കുച്ചൽ ദേനാ ചാഹത്തെ ഹേ. അപ്പോൾ കൂട്ടുകാരെ നമ്മളിത് പെട്ടെന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നാളത്തെ എക്സാമിന് എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.